30 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് ഇതൊന്നും വലിയ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളോട് നിങ്ങൾ ഫിറ്റ്നസ്സിൽ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് ഫാറ്റ് ലോസ് ജേണിയെ 4 ഘട്ടമായിട്ട് തിരിക്കാം. ലെവൽ 1 ടു ലെവൽ 4. ലെവൽ 1ൽ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് വരുന്ന ഒരു യുദ്ധത്തിന് വേണ്ടി നമ്മൾ ബോഡിയെയും നമ്മളുടെ മൈൻഡിനെയും പ്രിപ്പയർ ആക്കുന്നു. സോ അമിതമായ വർക്കൗട്ട് ആ സമയത്തില്ല, ലൈറ്റ് ആയിട്ടുള്ള ഡയറ്റ് ചേഞ്ചസ് മാത്രമേ ആ സമയത്ത് കാണത്തുള്ളൂ. ലെവൽ 1ൽ നമ്മളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് ബോഡിക്ക് ഭയങ്കരമായ ചേഞ്ചസ് മേ ബി കാണണമെന്നില്ല. ലെവൽ 2ലേക്ക് വരുമ്പോൾ വി ഹാവ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇന്റൻസിറ്റി വർക്കൗട്ടിലും ഡയറ്റിലും കൂട്ടാം. എന്നാൽ ലെവൽ 3ൽ പിന്നെയും നമ്മൾ ഇന്റൻസിറ്റി കൂട്ടുന്നു. ലെവൽ 4ൽ നമ്മൾ അതിൻ്റെ മാക്സിമത്തിലെത്തുന്നു. ഇനിയും എൻ്റെ കാര്യം എടുത്താൽ ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് വർക്കൗട്ടും ഡയറ്റും നോക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 4 ലെവലുകളും 3 മാസം അല്ലെങ്കിൽ 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് എൻ്റെ ബോഡി ആ ഒരു രീതിയിലുള്ള ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആണ്. അല്ലെങ്കിൽ ലാസ്റ്റ് 15 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് അത് പതുക്കെ കേപ്പബിൾ ആയിട്ട് കിട്ടി. പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിൽ വെച്ചോളുക. നിങ്ങൾക്ക് ഈ 4 ലെവലുകളും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മിനിമം ഒരു 1 ഇയർ എങ്കിലും എടുക്കും. ബിക്കോസ് ഒരു ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 3 to 4 മന്ത് എങ്കിലും എടുക്കും. ആദ്യത്തെ ഒരു 3 മാസം മേ ബി നിങ്ങളുടെ ബോഡിക്ക് വലിയ ചേഞ്ചസ് ഒന്നും കാണില്ല. പക്ഷേ നിങ്ങൾ ലെവൽ 1 ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ബോഡിയിൽ ചേഞ്ചസ് കാണിച്ചു തുടങ്ങുന്നത്. സോ ഇതാണ് റിയാലിറ്റി. ഇങ്ങനെയാണ് നമ്മൾ ഫാറ്റ് ലോസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ ഫാറ്റ് ലോസ് ചെയ്യണം താല്പര്യം ഉള്ളവർ DM നമ്മളുടെ നെക്സ്റ്റ് ബാച്ച് തുടങ്ങുന്നത് ജൂലൈ 10-നാണ്.